ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ജലജ അങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ നവ്യയും അറിഞ്ഞു, സംഭവങ്ങളൊക്കെ അറിഞ്ഞു. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അബിയോടും അതുപോലെ ജുവലറിക്കാരോടുള്ള ആ ഒരു പ്രതികാരം വീട്ടാനും അതിൻ്റെ സത്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ നവ്യ നടക്കുന്നത്. അങ്ങനെ നവ്യ ഫ്രണ്ട് വഴി ജുവലറിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ ആദർശിനെ അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ആദർശ് ഇതുവരെ അതൊന്നും കണ്ടുപിടിക്കാനായിട്ട് ആദർശിന് പറ്റിയില്ല. സിക്കാരൻ്റെ വേഷത്തിലും അതുപോലെ തന്നെ നമ്മുടെ കിരണയും കല്യാണിയും ഒക്കെ ഇറക്കി കളിച്ചിട്ടും ആദർശിന് ഒരു രക്ഷയില്ല. പക്ഷേ അതിനൊക്കെ മുമ്പ് നവ്യ എല്ലാം കണ്ടെത്തി ആദർശിനെ അറിയിക്കും. അങ്ങനെ നവ്യാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ അകത്ത് ഹീറോയിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നവ്യ ഓരോ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ജുവലറിയുടെ MDയുടെ പേര് കിങ് കോബ്ര എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിനെ അറിയിക്കുന്നുണ്ട്. ആദർശും മാളവികയും കൂടി ഇത് കണ്ടെത്താനായിട്ട് നടക്കുന്നുമുണ്ട്. അതേസമയം അഭി സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അച്ഛനാണ് നാഗേന്ദ്ര, കോടീശ്വരനായ നാഗേന്ദ്ര എന്നറിഞ്ഞപ്പോഴേക്കും അഭിക്ക് പിന്നെ അഹങ്കാരം അങ്ങ് കൂടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മയായ ജലജയെ പോലും ഉപേക്ഷിക്കാനായിട്ട് അഭി തയ്യാറാകുകയാണ്. നാഗേന്ദ്രയ്ക്ക് ജലജയോട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അഭിയും അവന്തികയും നാഗേന്ദ്രയോടൊപ്പം നിൽക്കുകയും ജലജയെ അഭി തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജലജയാണെങ്കിൽ അതൊക്കെ ആകുമ്പോൾ അകപ്പാടെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാഗേന്ദ്രയാണ് അച്ഛനെന്ന് അറിഞ്ഞത് മുതൽ അഭിക്ക് അങ്ങ് അഹങ്കാരമാകാണ്. അഭി മനസ്സിൽ വിചാരിക്കുകയാണ്, ജുവലറിയുടെ MD ആണ് ഞാനിനി. എല്ലാ തരത്തിലും ജുവലറിയുടെ ഉടമസ്ഥനാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ നാഗേന്ദ്ര ഇത്രയും വലിയൊരു നിലയിലെത്തിയെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം നേരത്തെ തന്നെ കൂടിയേനെ. എന്തായാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുറുമ്പായി. പിന്നെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവന്തികയെ എല്ലാ സ്ഥാനങ്ങളിലേക്കും ഏൽപ്പിക്കുമെന്ന്. കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് അവന്തികയ്ക്കാണ് കൂടുതൽ അർഹതയുള്ളതെന്നും അവളാണ് അതിനു വേണ്ടി പരിശ്രമിക്കുന്നതെന്നും ഒക്കെ. അങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അവന്തികയെ മാത്രം കമ്പനിയുടെ MD ആക്കി ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും പാർട്ട്നേഴ്സിൽ ഒരാളായല്ലോ. അതുവഴി ഇനി അവന്തികയെ കൂടെ പുറന്തള്ളി ഞാൻ അങ്ങ് MD സ്ഥാനത്തെത്തും. എന്തായാലും ഇവിടം വരെയൊക്കെ ഈ അഭി എത്തിയില്ലേ. ഇനിയിപ്പം അനന്തപുരിയിലുള്ളവരെയൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. മാത്രമല്ല നവ്യ, അവളെ ഉപേക്ഷിക്കാൻ സമയമായിട്ടുണ്ട്. അച്ഛൻ എന്നോടൊപ്പം നിൽക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നവ്യ എൻ്റെ മുമ്പിൽ ഒരു പ്രതിബിംബമേ അല്ല. അവളെ ഞാൻ അങ്ങ് ഒഴിവാക്കും, നൈസായിട്ട് ഒഴിവാക്കും. വേറെ എത്ര പെൺകുട്ടികളാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ മാളവിക, അവളെ ഞാൻ നോട്ടയിട്ടിട്ടുണ്ട്. പിന്നെ അനഘ, അവളുടെ കാര്യവും എൻ്റെ അച്ഛൻ വഴി അങ്ങ് തീർക്കാൻ പറ്റും. അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ട് അനഘയെ കൂടി ഇല്ലാതാക്കണം. പിന്നെ ഞാൻ സർവ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അങ്ങ് വിരാജിക്കും, ജുവലറിയുടെ MD ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് കേട്ടോ റൂമിലേക്ക് നവ്യ കയറി വരിക. അപ്പോൾ നവ്യ വരുമ്പോഴേക്കും അഭി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. നവ്യ ചോദിക്കുക, അഭി നീ എന്താ ഈ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുക, അല്ല എടി, ഞാൻ എൻ്റെ ഒരു ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ജുവലറിയിലെ മാനേജറാണല്ലോ, വേറൊരു മാനേജർ. ഇനിയിപ്പം ഞാൻ അവിടുത്തെ GM ആവും, അതിനുശേഷം MD വരെ ആവും, MD കസേരയിൽ വരെ എത്തും ഞാൻ എന്ന് പറയുമ്പോൾ പറയാം നവ്യ, എന്താണ് അഭി നീ പറയുന്നത്? MD കസേരയിൽ വരെ നീ എത്തുമെന്നോ? കൂടുതൽ അഹങ്കാരത്തിനൊന്നും പോകണ്ട കേട്ടോ. ഇപ്പം അവിടെ മാനേജറായിട്ട് ഇരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി GM MD കസേരയൊക്കെ അതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നൊന്നുമില്ല. അല്ലേലും അതിനൊരു MD ഉണ്ടല്ലോ, ഡേവിഡ് സാർ ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പം നീ അയാളെ തന്നെ കൊന്നിട്ട് MD ആവാനായിട്ടാണോ പ്ലാൻ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയാം, എടി കൊല്ലൊന്നും വേണ്ട, എല്ലാം എനിക്ക് തന്നെ വരും എന്നിങ്ങനെ പറയാണ്. അപ്പം നവ്യ മനസ്സിലോർക്ക്, ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇവൻ്റെ മനസ്സ് അത്ര നല്ലതൊന്നും അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചതിയിലൂടെ അവിടെയും കയറിക്കൂടാൻ നോക്കും. അങ്ങനെ ആവാനും സാധ്യതയില്ല. ഇവനെ വല്ലാതെ തന്നെ ഡേവിഡ് സാറും അതുപോലെ മറ്റുള്ളവരും ജുവലറിയിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് ഇവനുണ്ടാകാൻ എന്തായിരിക്കും കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴും നവ്യ ഉപദേശിക്കുകയാണ്, എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഉയർച്ച ഉണ്ടായ ജുവലറി വഴിയാണ്. അതുകൊണ്ട് അവരോട് എന്നും നന്ദിയുള്ളവനായിരിക്കണം നീ. അവരെ ചതിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ നീ ശ്രമിക്കരുത്. നിൻ്റെ ആ പഴയ സ്വഭാവം ഒന്ന് പുറത്തിറക്കരുതെന്ന് പറയാം. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നീ വിട്ടുപോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, ഭാരിച്ച കാര്യങ്ങളൊന്നും നീ ആലോചിക്കാനേ നിൽക്കണ്ടെന്ന് പറയുക. അപ്പം നവ്യ അങ്ങ് പോകുമ്പോൾ അഭി പിന്നെയും മനസ്സിലോർക്കുക, അവളുടെ വിചാരം അവളുടെ കഴിവുകൊണ്ടായി എനിക്ക് ജുവലറിയിൽ ജോലി കിട്ടിയതെന്നാണ്. അവളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. ജുവലറിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാനാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതറിയുമ്പോഴേക്കും അവളെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കും. അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയണം.
അപ്പോൾ ജലജ വരുന്നുണ്ട്. ജലജയും ചോദിക്കുക, എന്താടാ, എന്താ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം, ഏയ് ഒന്നുമില്ല, ഞാനിപ്പോൾ AM ജ്വല്ലറിയിലെ മാനേജറല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒട്ടും സമയമില്ലമ്മേ. അന്നേരം ജലജ പറയാം, അതെ നിനക്കിപ്പോൾ സമയമില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് എൻ്റെ കൂടെ വരാൻ ഒട്ടും സമയം ഉണ്ടായില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ അഭി പറയാം, എനിക്ക് സമയമൊന്നുമില്ല, AM ജ്വല്ലറിയിൽ ഇനി ഞാൻ GM വരെ ആകേണ്ട ആളാ, അങ്ങനെയുള്ളപ്പം എനിക്ക് എങ്ങനെയാണ് സമയം ഉണ്ടാവുക, അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ നോക്കണ്ടേ, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ, ഞാൻ പൈസയൊക്കെ തരാം, അമ്മ എവിടെയാണെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് പോയിക്കോളാനൊക്കെ ജലജയോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ നയന ഹോസ്പിറ്റലിലാവുന്നത്. നയനയ്ക്ക് ക്ഷീണമായിട്ട് അങ്ങോട്ട് തലകറങ്ങി വീണ് ഹോസ്പിറ്റലിലായി കഴിയുമ്പോഴേക്കും മുത്തശ്ശനാണല്ലോ കൊണ്ടുപോകുന്നത്. അതൊക്കെ കഴിയുമ്പം ആ ഒരു വിഷയമൊക്കെ ആയിട്ട് നയന വീട്ടിലിങ്ങനെ ഇരിക്കുക. വീട്ടിലിരിക്കുന്ന സമയത്ത് നവ്യ ഇതറിയാണ്. അപ്പം നവ്യയ്ക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരിക. നവ്യ മനസ്സിലോർക്കാം, ഞാൻ നയനയോടും ആദർശേട്ടനോടും ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നത്. അഭിയെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു, എന്നിട്ട് നയനെയും ആദർശേട്ടനെയും എന്തുമാത്രം കുറ്റപ്പെടുത്തി, അതൊക്കെ ഇപ്പം തെറ്റായിരുന്നു തോന്നുക. എനിക്ക് നയനെ പോയി കാണണം, എത്ര ഗൗരവം അവളോട് വച്ചാലും അവളുടെ അടുത്ത് ചെന്ന് അവളോട് സത്യങ്ങൾ പറഞ്ഞ് മാപ്പ് പറയണം, അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നവ്യ പിറ്റേ ദിവസം തന്നെ നയനയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പം എലിസബത്തും അതുപോലെ തന്നെ ആ ചേട്ടനും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ വന്നേ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, അല്ല എനിക്ക് എൻ്റെ അനിയത്തെ കാണാൻ വന്നൂടെ എന്ന് ചോദിക്കുക. അപ്പം അവർ പറയുന്നുണ്ട്, അല്ല ഇപ്പം നയന റെസ്റ്റിലാണ്, നയന ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് റെസ്റ്റിലാണ്, വെറുതെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട, ആരെയും കടത്തി വിടണ്ടെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അപ്പം നവ്യ പറയാം, അങ്ങനെ ആരെയും കടത്തി വിടണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, എൻ്റെ അനിയത്തിലേ അകത്തുള്ളത്, ഞാൻ അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അവരോട് എതിർത്ത് സംസാരിച്ചിട്ട് അകത്തേക്ക് കയറിച്ചില്ല. അപ്പം നവ്യയുടെ വരവൊക്കെ കണ്ടിട്ട് നയനയ്ക്ക് ആകപ്പാടെ ഒരു പന്തികേട് തോന്നുന്നു. എന്താ ഇപ്പം ചേച്ചി ഇങ്ങനെ വന്നത്, ചേച്ചി ഇങ്ങനെ വരാനുള്ള സാധ്യതയൊന്നുമില്ല, നീ എന്തെങ്കിലും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നയനയുടെ അടുത്തേക്ക് നവ്യ ചെന്നിട്ട് പറയുന്നുണ്ട്, നയനെ, അല്ല നിനക്ക് എന്തൊക്കെയോ വയ്യായികയാന്ന് പറഞ്ഞു, നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, ഈ സമയത്ത് നീ ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുക, അല്ല എന്താ ചേച്ചി ഇപ്പം ചേച്ചി ഇങ്ങോട്ട് വന്നത്, ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാം, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്നോട് എല്ലാവരും പെരുമാറിയതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, എല്ലാവരും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചു, സത്യം പറയേണ്ട സമയത്ത് പറയണ്ടേ, അല്ലാതെ തോന്നുന്ന പോലെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നയന പറയാം, അത് ചേച്ചിയോട് അമ്മ പറഞ്ഞ സത്യം ചേച്ചിക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ബോധ്യപ്പെട്ടില്ല, അത് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞ സമയത്ത് എന്നോട് പറയണമായിരുന്നു, വ്യക്തമായ തെളിവുകളും തരണമായിരുന്നു, അല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് വന്ന് നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കണം, എല്ലാവരും എന്നെ ചതിക്കല്ലേ ഒരു കണക്കിന് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോഴേക്കും നയന അവിടെ ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നയനയോട് പറയുന്നുണ്ട്, ആരോഗ്യം ശ്രദ്ധിക്കണം, എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല, ആദർശേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, അത് തിരുത്താനൊന്നും ഇനി ആരും വരണ്ട എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയനെ നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, ഈ സമയത്ത് ശത്രുക്കൾ ഒരുപാട് ചുറ്റുമുള്ളതാണ്, അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ കാര്യത്തിലും നിനക്കൊരു ശ്രദ്ധ വേണം, പലരും പതുങ്ങിയിരുന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ല നിനക്കറിയാലോ, ഇതിനു മുമ്പും പല ചതിയിലും ആദർശേട്ടൻ പെട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നീ വിചാരിച്ചു, ഞാൻ പറയുന്നതിനെ നീ വെറുതെ തള്ളിക്കളയാനൊന്നും പോകരുത്, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം, ഈ മുത്തച്ഛന് നിങ്ങളോടൊന്നും വലിയ ദേഷ്യമൊന്നുമില്ല, പിന്നെ ആദർശേട്ടൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് മുത്തച്ഛനും ആ ഒപ്പം വാശി പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, അതൊന്നും ഓർത്ത് നയന വിഷമിക്കില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നവ്യ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും അനിയുമാണ് കേട്ടോ. നന്ദുവും അനിയും കൂടി പോകുന്നുണ്ട് നമ്മുടെ നവീൻ ഒരുക്കുന്ന പാർട്ടിയിലേക്ക്. അങ്ങനെ നവീൻ്റെ പാർട്ടിയിൽ നന്ദു ചെല്ലുകയാണ്, കൂടെ അനിയുമായിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. അനിയും നന്ദും കൂടെ വരുന്ന കാണുമ്പോൾ നവീൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല, കാരണം നവീൻ്റെ മനസ്സിൽ അനിയോട് നല്ല ദേഷ്യമുണ്ട്, കാരണം അനി നവീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും നന്ദുവിനോട് നവീൻ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലെന്നും, അതുപോലെ അനി നേരത്തെ നന്ദുവിനെ സ്നേഹിച്ചിരുന്നതായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നവീൻ അറിഞ്ഞപ്പം അനി എങ്ങനെയെങ്കിലും നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് കേട്ടോ നവീൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവും അനിയും കൂടി വരുന്നത് കാണുമ്പോഴേക്കും നവീൻ മുഖം വീർപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേ അനിക്ക് കാര്യം പിടികിട്ടുക. അപ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ അനിയായിട്ടാണോ വന്നത്, അല്ല ഞാൻ പാർട്ടിക്ക് അനിയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, സോറി അനി, നിന്നോട് പറയാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ നന്ദുവിനോടല്ലേ പറഞ്ഞോളൂ എന്ന് പറയാം.
അപ്പം നന്ദു പറയുന്നുണ്ട്, അതിനെന്താ നവീനേട്ടാ, നമ്മളെല്ലാം ഫ്രണ്ട്സല്ലേ, ഫ്രണ്ട്സിന് വേണ്ടി ഒരുക്കിയ പാർട്ടിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വരുമ്പം അനി കൂടി വരാതിരുന്നാൽ എങ്ങനെയാണ്, നമ്മളെല്ലാവരും ഒരുപോലല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, സോറി അനി, നിന്നോട് പറയാൻ പറ്റിയില്ല, ഞാൻ നന്ദുവിനെ മാത്രമേ പ്രത്യേകമായിട്ട് ക്ഷണിച്ചുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അനിക്കൊരു വല്ലായിക തോന്നുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട് നവീനോട്, അല്ല ശരി, അല്ല നീ വിളിച്ചില്ല, ഞാൻ നന്ദു പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വെച്ച് വന്നതാ, ഇനിയിപ്പം നിനക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല നന്ദു, ഞാൻ പോയിക്കോളാം, നിങ്ങൾ പാർട്ടി കഴിഞ്ഞ് വന്നാൽ മതി, എനിക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയിലെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കമ്പനിയിലേക്ക് പോകാമെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അനി നീ എന്താ ഇങ്ങനെ, നീ എന്തോ പിണക്കം കൊണ്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുക. അപ്പം അനി പറയുന്നുണ്ട്, എനിക്ക് പിണക്കമൊന്നും ഉണ്ടായിട്ടല്ല, വേറൊന്നും മനസ്സിൽ വെച്ചിട്ടുമല്ല, പിന്നെ കമ്പനിയിൽ ഇപ്പം ഞാൻ MD കസേരയിലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നന്ദുവിന് അറിയാമല്ലോ, ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, നേരത്തെ ആദർശേട്ടനുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പം ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവായി പോവാം. പോകുന്ന വഴിയൊക്കെ നമ്മുടെ അനിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. നന്ദു നവീനും കൂടെ ഇഷ്ടമാണോ, നവീൻ മനഃപൂർവ്വം തന്നെ ക്ഷണിക്കാതിരുന്നതാണോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയും വേണുവും കൂടി നവീനെ കാണുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കുക നവീനോട് പറയുന്നുണ്ട്, കോടതിയിൽ ഹിയറിങ്ങിന് വിളിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്, അടുത്ത ദിവസം ചെല്ലണ്ടേ, അനിയും ഇവളും കൂടിയല്ലേ ചെല്ലേണ്ടതെന്ന് വേണു ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, ശരിയാണ്, അനിയും അനാമികയും കൂടിയാണ് ചെല്ലേണ്ടത്, അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കൊടുക്കാം, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കിട്ടിയാൽ മതി, നേരത്തെ പറഞ്ഞ കോമ്പൻസേഷനൊന്നും വേണമെന്നില്ല, അതിലുമൊക്കെ കുറച്ച് മതി, കാരണം ഞങ്ങൾക്കൊന്ന് ജീവിച്ച് പോകാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതി, മടുത്തു, അതുകൊണ്ടാണ് പറയുന്നതെന്ന് വേണു പറയാം. അപ്പം അനാമികയും പറയാം, ശരിയാ, ഇത്രയും നാളും വാശിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കോടികൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ കോടികൾ പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നറിയാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറേ പണമെങ്കിലും ഞങ്ങൾക്ക് വാങ്ങി തന്നു കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സിൽ ഒപ്പിട്ട് കൊടുത്തേക്കാം എന്ന് പറയാം. അപ്പോൾ ഉടനെ നവീൻ പറയാം, അങ്ങനെ പെട്ടെന്നൊന്നും കളിക്കാൻ പറ്റില്ല, നിങ്ങളവിടെ ചെല്ലുമ്പം നിങ്ങളോട് ചോദിക്കുമ്പം നിങ്ങൾക്ക് എതിർപ്പില്ല എന്ന് കോമ്പൻസേഷൻ വേണമെന്നുള്ള കാര്യം പറയണം, അങ്ങനെയാണെങ്കിലേ കോമ്പൻസേഷനെ കുറിച്ച് സംസാരം ഉണ്ടാവുള്ളൂ, ഉടനെ തന്നെ ഒപ്പിട്ട് കൊടുത്താൽ കോമ്പൻസേഷനൊന്നും കിട്ടാൻ പോകുന്നില്ല, കുറച്ചുകൂടി ഇത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാമെന്ന് നവീൻ പറയാണ്. നവീൻ്റെ മനസ്സിൽ മുഴുവൻ എന്താണെന്ന് വെച്ചാൽ, ആനി ഫ്രീ ആവരുത്, നന്ദുവായിട്ട് വിവാഹം കഴിക്കരുത്, അതിനു മുമ്പ് നവീന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടാണ് അനിയുടെ ഡിവോഴ്സ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ നവീൻ ശ്രമിക്കുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ടല്ലോ, നവീൻ പറയുന്ന പോലെ ഞാൻ കോടതിയിൽ പറയാം എന്ന്, ഞങ്ങൾക്ക് കുറച്ച് പണമെങ്കിലും കിട്ടുമല്ലോ അല്ലോ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോമ്പൻസേഷൻ വാങ്ങിത്തരാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഫ്രണ്ടാണ് അനി, അവനെ ചതിച്ചുകൊണ്ടൊന്നും എനിക്ക് പറ്റില്ല, പക്ഷേ നിങ്ങൾക്കും അർഹമായത് കിട്ടണമല്ലോ, അത് നിങ്ങൾ തന്നെ നേടിയെടുക്കണം, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാവേണ്ടതാണ് ഡിവോഴ്സിനായിട്ട്. അപ്പോൾ അനിയും നവീനെ വിളിക്കുന്നുണ്ട്, നവീനോട് പറയാം, നവീനെ നീ എൻ്റെ വക്കീലല്ലേ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ ഡിവോഴ്സ് ഒന്ന് വാങ്ങിത്താ അവളുടെ കയ്യിൽ നിന്ന്, എന്ത് വേണേലും ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ അനി പറയാം, അങ്ങനെയൊക്കെ നീ പറഞ്ഞാൽ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, ഏതായാലും നീ അനാമിക ഈ ഹിയറിങ്ങിനായിട്ട് ചെല്ല്, അവിടെ ചോദിക്കുന്നതിനൊക്കെ അവൾ എന്ത് പറയുന്നോ അതുപോലെ ഇരിക്കും ഡിവോഴ്സ് കിട്ടുന്നത്, ഇനിയിപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ വേണമെന്നോ മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലേറ്റ് ആവും എന്ന് പറയണം. അപ്പോഴേക്കും പറയാം, എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്ത് ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കാം, മുത്തച്ഛനൊന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും എന്നിങ്ങനെ പറയാം. അങ്ങനെ അനാമികയും അനിയും കൂടെ കോടതിയിൽ വെച്ച് കാണുമ്പോഴേക്കും അനാമിക ആകപ്പാടെ ഇതായി മടുത്തു, കേസിൻ്റെയൊക്കെ പുറകെ നടന്ന് മടുത്തു, ഇനിയിപ്പോൾ അനിയുമായിട്ടൊരു ജീവിതമൊന്നും ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയും കുറച്ച് പണമൊക്കെ കിട്ടി അത് വാങ്ങിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയെ ഇപ്പോൾ അനാമികയ്ക്കുള്ളൂ. അങ്ങനെ അനാമിക അനിയെ കാണുമ്പോൾ അനി ഇങ്ങനെ മുഖമൊക്കെ വെറുപ്പിച്ച് നിൽക്കുക, അനാമിക അങ്ങോട്ട് ചെല്ലുക കോടതിയിൽ വരാന്തയിൽ വെച്ചിട്ട്, എന്നിട്ട് പറയുന്നുണ്ട് അനി എന്ന് വിളിക്കുക. അപ്പോൾ അനി ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് നോക്കുക, എന്താ, അല്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയണം. അപ്പോൾ അനി പറയുന്നുണ്ട്, സംസാരമൊക്കെ കഴിഞ്ഞാലേ ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാനായി, നീ കോടതി തീരുമാനിക്കുമല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയണം, കോടതി തീരുമാനിക്കും എന്നൊക്കെ പറയാൻ വരട്ടെ, ഇപ്പോൾ പഴയ വാശിയൊന്നുമില്ല, അനി നിൻ്റെ ഒപ്പം ജീവിക്കണം എന്നൊരാഗ്രഹവും ഇല്ല, പക്ഷേ കിട്ടാനുള്ള ആ കോമ്പൻസേഷൻ അത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കുറച്ച് പണമെങ്കിലും കോമ്പൻസേഷനായിട്ട് കിട്ടണം, ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് നീ കണ്ടാൽ മതി, ഞാൻ ഡിവോഴ്സ് തരാൻ തയ്യാറാണ്, എനിക്കൊരു പിടിവാശിയില്ല എന്ന് പറയാം. അനി പറയുന്നുണ്ട്, നിനക്ക് 1 രൂപ പോലും കോമ്പൻസേഷൻ തരരുതെന്നുള്ളതാണ് മുത്തശ്ശൻ്റെ വാശി, കാരണം കോടികളല്ലേ നിൻ്റെ അച്ഛൻ കണക്ക് പറഞ്ഞ് ചോദിക്കാൻ പോയത് എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടി ഞങ്ങൾക്കൊന്ന് ജീവിച്ചു പോകാൻ പറ്റിയാൽ മതി, എപ്പോൾ വേണേലും ഒപ്പിട്ട് തരാമെന്ന് പറയുമ്പം അനി ആലോചിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കോടതിയിൽ ചെന്ന് രണ്ടുപേരും കൂടെ ചെന്ന് കൗൺസിലിങ്ങിനായിട്ട് ഇരിക്കുകയാണ്. അവിടെ ഹിയറിങ്ങൊക്കെ നടത്തുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ ഉടനെ ഡിവോഴ്സ് തരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയണം.
അപ്പോൾ അനി ചോദിക്കുന്നുണ്ടല്ലോ, നീ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് തരാമെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അനാമിക പറയാം, ഡിവോഴ്സ് തരാം, അതിനൊന്നും പ്രശ്നമില്ല, പക്ഷേ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുന്നോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കോടതി പറയുന്നുണ്ട്, ശരി, അടുത്ത ഹിയറിങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, ഇതിലൊരു തീരുമാനം ഉണ്ടാവണം, കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു തീരുമാനം ഉണ്ടായാലേ കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിയുക. അപ്പോഴും അനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. ഇറങ്ങിയ ഉടനെ തന്നെ അനി നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഡിവോഴ്സ് കിട്ടിയോ, അനാമിക പേപ്പറിലൊക്കെ ഒപ്പിട്ട് തന്നോന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എവിടുന്ന്, അവൾ പേപ്പറിലൊന്നും ഒപ്പിട്ട് തന്നില്ല, കഴിഞ്ഞ ഇടയും കണ്ടപ്പോൾ അവളുടെ അച്ഛനും പറഞ്ഞത് ഉടനെ തന്നെ ഡിവോഴ്സ് തന്നേക്കാന്നും അവർക്ക് ഇനി അങ്ങനെ ഒരു വാശിയില്ലെന്ന് നോക്കിയാൽ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവൾ പറയുന്നു കുറച്ചുകൂടി കഴിയട്ടെ, അവൾക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്നുള്ള കാര്യമാണ്, അതുകൊണ്ട് അടുത്ത ഹിയറിങ്ങിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ നീണ്ട് അങ്ങ് പോവാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ നന്ദു എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അല്ല നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നീ അതിന് പരിഹാരം ഉണ്ടാവും, അവിടെ എന്തെങ്കിലും കോമ്പൻസേഷന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ അനി പറയാം, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാലല്ലേ നമ്മുടെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ, വീട്ടിലെങ്കിലും ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം നന്ദു പറയാം, അതൊക്കെ നടക്കുമോ, വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും അല്ലല്ലോ, വീട്ടുകാരെന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ, അതോർത്ത് നീ ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം നാഗേന്ദ്രയും അവന്തികയും അതുപോലെ തന്നെ അബിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവർ 3 പേരും കൂടെ സംസാരിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അത് അച്ഛാ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ എന്നെ കമ്പനിയുടെ MD ഒക്കെ ആക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്ര പറയാം, നീ നിൻ്റെ അമ്മയുടെ കൂടെ വളർന്നല്ലേ, നിൻ്റെ അമ്മയുടെ തനി സ്വഭാവമൊക്കെ ഗുണങ്ങളൊക്കെ നിനക്ക് കാണിക്കാനുണ്ട്, നിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്, തൽക്കാലം അവന്തികയെ നേതൃത്വ സ്ഥാനത്തേക്ക് ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുക. അപ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരും. അബി പറയുക, അതെന്ത് വർത്തമാനം, ഞാനല്ലേ അച്ഛൻ്റെ മൂത്ത മോൻ, അപ്പോൾ ഞാനല്ലേ ഇതെല്ലാം ഏറ്റെടുക്കേണ്ടത്, ഇവളാണോ ഏറ്റെടുക്കേണ്ടത്, അതിനുള്ള കഴിവൊക്കെ ഇവക്കുണ്ടോ, ഇവളിപ്പോഴും അവിടെ മുത്തശ്ശിയൊക്കെ പഞ്ചാര അടിച്ച് നിൽക്കല്ലേ അവരുടെ കാല് പിടിച്ച്. അപ്പോഴേക്കും നാഗേന്ദ്ര പറയാം, അത് അവളുടെ കഴിവ്, അവൾ അവിടെ നല്ല കുട്ടിയായിട്ട് നിന്നിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയല്ലേ, നിന്നെക്കൊണ്ട് അതിന് വല്ലതും പറ്റുമോ, നീ നിൻ്റെ അമ്മയും കൂടി ആകെ മൊത്തം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും നിന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ അബി എന്ന് ചോദിക്കുക. അച്ഛ അങ്ങനെ പറയരുത്, എന്നെ അങ്ങനെ കൈവിടാനൊന്നും നോക്കരുത് എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര അബിയെ ചേർത്ത് പിടിച്ചിട്ട് പറയേ, നിന്നെ ഞാൻ കൈവിടില്ല, നീ എൻ്റെ മൂത്ത മോനല്ലേ, നീ എന്നോടൊപ്പം വേണമെന്നേ, എൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഇനി നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, അങ്ങനെയൊന്നും കൈവിടാൻ പറ്റുമല്ല, നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ട് ഡേവിഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയാം, സാറേ നമ്മുടെ ജ്വല്ലറിയിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഓർണമെൻറ്റ്സ് ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, ഇപ്പോൾ അബി സാറ് കൂടി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് മാനേജറായിട്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഓർണമെൻറ്റ്സ് ഒക്കെ എങ്ങനെയെങ്കിലും സെയിലാക്കി എടുക്കണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയാം, തീർച്ചയായിട്ടും കോടികളുടെ ലാഭമാണ് നമുക്ക് അതുവഴി ഉണ്ടാകാൻ പോകുന്നത്, അബി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഉണ്ടുണ്ട് അച്ഛാ, ഞാൻ കേൾക്കുന്നുണ്ട്, കോടികളുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കളതരം ചെയ്യാനും ഞാനും തയ്യാറാണെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം, ആ മാളവിക ഉണ്ടല്ലോ, ആ മാളവികയെ കൊണ്ടാണ് ഡിസൈനുകളെല്ലാം ചെയ്യിപ്പിച്ച് വെച്ചത്, മാളവിക എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതെല്ലാം ഓർണമെൻറ്റ്സ് ആക്കി സെയിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അബി നീ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറയാണ്. ഇനിയിപ്പം എനിക്ക് പുറത്ത് വന്ന് ഇതൊന്നും ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നീ അവിടെ മാനേജറായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യണം, ഒറ്റ മനുഷ്യന് പുറത്തറിയാൻ പാടില്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണെന്നുള്ള കാര്യം, കോടികളാണ് നമുക്ക് നഷ്ടം വരാൻ പോകുന്നത്, മാത്രമല്ല നമ്മൾ എണ്ണാനും പോകും എങ്ങാനും പിടിക്കപ്പെട്ടാലെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാത്തിനും ഈ അബി മുൻപിൽ തന്നെയുണ്ടെന്ന് പറയണേ. അങ്ങനെ വീട്ടിൽ പോവുകയാണ്. അതിനൊക്കെ ശേഷം അങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ജലജ കാണുകയാണ് അബി ഇങ്ങനെ നാഗേന്ദ്രയോട് സംസാരിക്കുന്നതും ഭയങ്കര കെയറിങ് ആയിട്ട് അച്ഛ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് കണ്ട് ജലജ ഞെട്ടിപ്പോവാ. ജലജ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അബി ആരാടാ അത്, നീ ആരെയും അച്ഛ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ ഉരുണ്ട് കളിക്കുക അബി, അമ്മേ അത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അല്ല നീ സത്യം പറ, ആരോടാ നീ സംസാരിച്ചത്, ഭക്ഷണം കഴിച്ചോ അച്ഛ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടതാ, നീ എന്നോട് സത്യം പറയില്ല അല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ അബി പറയാം, ഞാൻ സത്യമൊക്കെ പറയാം, അമ്മയോട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പറയാത്തത്, എന്ത് പറഞ്ഞാലും വിളിച്ചു കൂവി ഇതിലെല്ലാം നടക്കുകയല്ലേ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ ആരെയും അറിയിക്കില്ല, നീ പറ. അപ്പോഴേക്കും പറയാം, അതെൻ്റെ അച്ഛൻ നാഗേന്ദ്ര തന്നെയാണെന്ന് പറയാം. ജലജ ഞെട്ടിപ്പോവാണ്. നാഗേന്ദ്രയോ? അതെ, എൻ്റെ അച്ഛൻ നാഗേന്ദ്ര, നിങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് ഇറക്കി വിട്ടില്ലേ, അദ്ദേഹമാണ് ഈ AM ജ്വല്ലറിയുടെ MD. ഇവിടെ ആർക്കും അറിയില്ല, നവ്യയ്ക്ക് പോലും അറിയില്ല.
അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. നവ്യ വിചാരിച്ച അവളുടെ കഴിവുകൊണ്ടാണ് ഞാൻ അവിടെ മാനേജരായിട്ട് കയറിയെന്നാ. അമ്മയ്ക്കറിയാവോ, ഞാൻ ഇനി ആ കമ്പനിയുടെ MD കോടീശ്വരനായിട്ടാണ് എൻ്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ജലജ പറയാം, കോടീശ്വരനായിട്ടോ? എന്നിട്ട് എവിടെയാടാ നിൻ്റെ അച്ഛൻ, എവിടെയാടാ? അയാൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചോ, എന്നാലും കോടീശ്വരനായിട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക്. അപ്പോൾ അഭി പറയാം, അമ്മയൊന്ന് അടങ്ങ്. കോടീശ്വരനായിട്ട് തിരിച്ചു വന്നെങ്കിലും അമ്മയെ സ്വീകരിക്കണമെന്നുള്ള കാര്യമൊന്നും അച്ഛൻ തീരുമാനിച്ചിട്ടില്ല. എന്നെയും അതുപോലെ അവന്തികയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നെ അവന്തിക്ക് അച്ഛൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ അമ്മ വന്നേക്കരുതെന്ന് പറയാണ്. അച്ഛന് അമ്മയോട് താല്പര്യമില്ല. അമ്മയെ കൂടെ ചേർക്കണ്ടെന്നുള്ള തീരുമാനം തന്നെയാണ് അച്ഛൻ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇടയ്ക്ക് കയറി വരരുതെന്ന് പറയാം. അപ്പോൾ ജലജ പറയാം, എന്താടാ നീ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ വരരുതെന്നോ? നിൻ്റെയൊക്കെ അമ്മയല്ലേടാ അയാൾ ഇട്ടിട്ട് പോയപ്പം നിങ്ങളെ രണ്ടിനെ പൊന്നു പോലെ നോക്കിയത് ഞാനല്ലേ? എന്നിട്ടിപ്പം പണവും പത്രാസും ഒക്കെ ആയപ്പം എന്നെ വേണ്ടെന്ന് വയ്ക്കുന്നോ? അത് അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. അമ്മ തൽക്കാലം അമ്മയെ കൂടെ ചേർക്കാൻ അച്ഛന് താല്പര്യമില്ല. അത്രയ്ക്ക് ദ്രോഹം എൻ്റെ അച്ഛനോട് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും അച്ഛനും അവന്തികയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു ശല്യമായിട്ട് ദയവ് ചെയ്ത് വരരുത് എന്ന് പറയുക. ജലജയ്ക്ക് നേരം ഇതെല്ലാം ഓർക്കുമ്പോൾ നാഗേന്ദ്രയുടെ കൂടെ അവന്തികയും അതുപോലെ അഭിയും ഒക്കെ നിൽക്കുന്നു, തന്നെ ഒഴിവാക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചു പൊട്ടി കരയാണ് കേട്ടോ. ഇനിയിപ്പോൾ ജലജ കുറച്ച് ഒറ്റപ്പെട്ട് അനന്തപുരിയിൽ നിൽക്കുകയൊക്കെ ചെയ്യും. ആ വിശേഷങ്ങളൊക്കെ ഇനി വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്